1974 ഫെബ്രുവരി മാസം 1-ാം തീയതി ലിൻ എന്ന 21 വയസ്സുള്ള പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ നിന്ന് കാണാതാകുന്നു. അവിടെ നിന്ന് കുറച്ചു കഴിഞ്ഞ് മാർച്ച് 12-ാം തീയതി ടോണ എന്ന് പറയുന്ന പെൺകുട്ടിയെ കോളേജിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി കാണാതാകുന്നു. അവിടെ നിന്നും കുറച്ചു കഴിഞ്ഞ് ഏപ്രിൽ മാസം 17-ാം തീയതി സൂസൻ എന്ന പെൺകുട്ടിയെ, ഏകദേശം 19 വയസ്സാണ് അവൾക്ക് പ്രായം, സിനിമ കണ്ട് കൂട്ടുകാരുമൊത്ത് തിരിച്ചു വരുന്ന വഴിയിൽ വെച്ച് കാണാതാകുന്നു. ഏകദേശം ആ പ്രദേശത്ത് അന്ന് കാണാതായത് 6 പെൺകുട്ടികളെയാണ്. പിന്നീട് ഈ 6 പെൺകുട്ടികളുടെ മൃതദേഹം വാഷിംഗ്ടണിൽ നിന്നും കണ്ടെത്തി. ഈ 6 പെൺകുട്ടികളെയും കൊന്നതിന് യാതൊരു തെളിവുമില്ലായിരുന്നു. പിന്നീട് 2 പെൺകുട്ടികൾ കൂടെ അവിടെ കൊല്ലപ്പെട്ടു. വൈകാതെ പോലീസ് വ്യാപകമായ അന്വേഷണം ആരംഭിച്ചു. ഈ 2 പെൺകുട്ടികളെ ചുറ്റിപ്പറ്റിയായിരുന്നു പോലീസിന്റെ അന്വേഷണം. ഈ പെൺകുട്ടികൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, എന്തെല്ലാം ജോലികൾ ചെയ്യും, ഇതൊക്കെയായിരുന്നു പോലീസിന്റെ അന്വേഷണം. നിരവധി പേരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ചില ഇൻഫർമേഷൻസ് ലഭിച്ചു. അതായത് ഈ പെൺകുട്ടികളുടെ അടുത്തെല്ലാം ലൈറ്റ് ബ്രൗൺ കളറുള്ള ഒരു വോക്സ് വാഗൺ കാറിൽ ഒരാൾ വന്ന് അവരുടെ പെട്ടി എടുത്തു വയ്ക്കാൻ സഹായം ചോദിച്ചിരുന്നു. അങ്ങനെ ആ കാറിൽ വന്ന ആ വ്യക്തിയുടെ സ്കെച്ച് പോലീസ് വരഞ്ഞു. ആ ചിത്രം പുറത്തുവിട്ടു. നിരവധി പേരായിരുന്നു ഇയാളെ അറിയാം എന്ന് പറഞ്ഞ് പോലീസിനെ സമീപിച്ചത്. അതിൽ ഒരാളായിരുന്നു എലിസബത്ത് എന്ന പെൺകുട്ടി. ആ കാറിൽ വന്ന മനുഷ്യന്റെ പേര് ടെഡ് ബണ്ടി എന്നായിരുന്നു. അതായത് അമേരിക്ക കണ്ട ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലർ. അയാൾ ഏകദേശം കൊന്നു തള്ളിയത് 100 സ്ത്രീകളെയായിരുന്നു. ഈ ടെഡിന്റെ കഥയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഒരുപാട് ദിവസം, ഏകദേശം 1 വർഷത്തോളമായിട്ടുണ്ടാകും. നമ്മുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഒരുപാട് പേർ ചോദിച്ച ഒരു വീഡിയോ ആയിരുന്നു ടെഡ് ബണ്ടിയെ കുറിച്ച് സംസാരിക്കാൻ. അവസാനം വരെയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. 1946 നവംബർ മാസം 24-ാം തീയതിയാണ് ടെഡ് ജനിച്ചത്. അവന്റെ അമ്മയുടെ ലീഗൽ മാരേജിന് മുൻപ് ഉണ്ടായ മകനാണിവൻ. ഇവർക്ക് മതപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇവന്റെ മുത്തച്ഛനായ സാമുവേൽ മറ്റുള്ളവരോട് പറഞ്ഞത്, ഞാനും എൻ്റെ ഭാര്യയും ഇവനെ ദത്തെടുത്തത് എന്നാണ്. ഇവനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അതായത് ഇവന്റെ മുത്തശ്ശിയെയും മുത്തച്ഛനെയും അച്ഛൻ അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. സ്വന്തം അമ്മയെ ചേച്ചി എന്നുമാണ് വിളിച്ചത്. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് 1950 വാഷിംഗ്ടണിലേക്ക് ഇവന്റെ അമ്മയോടൊപ്പം ഇവൻ പോയി. ഇവന് തൻ്റെ പുതിയ അച്ഛനെ ഇഷ്ടമല്ലായിരുന്നു. ചെറുപ്പം മുതൽ മുത്തച്ഛനൊപ്പമാണ് വളർന്നത്. ഈ മുത്തച്ഛൻ ഒരു മോശം സ്വഭാവത്തിന്റെ ആളായിരുന്നു. അയാളുടെ പ്രധാന വിനോദം മുത്തശ്ശിയെ തല്ലുകയായിരുന്നു. കൂടാതെ ഇയാളെ ചുറ്റിപ്പറ്റിയുള്ള സ്ത്രീകളെയെല്ലാം ഇയാൾ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്. ഇതെല്ലാം ദിവസവും കണ്ടു വളർന്ന ടെഡിന് ഇയാളൊരു റോൾ മോഡലായി തന്നെ മാറി. ഈ ടെഡ് ചെറുപ്പത്തിൽ തന്നെ പല വിചിത്രമായ സ്വഭാവങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഉറങ്ങുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് പൊട്ടിച്ചിരിക്കും. വീട്ടിൽ വാതിലും ജനാലയും തല്ലി തകർക്കും. കത്തികൾ ചുറ്റും വച്ച് അതിൻ്റെ നടുവിലിരുന്ന് പൊട്ടിച്ചിരിക്കുക. മാത്രമല്ല, പുറത്തെങ്ങാനും പോയാൽ വിചിത്രമായ രീതിയിൽ അവിടമെല്ലാം വീക്ഷിക്കും. പല സമയങ്ങളിലും പോലീസിന് ഇവനെ സംശയം തോന്നി അറസ്റ്റ് വരെയൊക്കെ പോയിട്ടുണ്ട്. ഇവൻ ഒരുപാട് യാത്ര ചെയ്യും. മാത്രമല്ല, പിന്നീട് ഇവന് സൈക്കോളജി പഠിക്കാൻ ഒരാഗ്രഹമുണ്ടായി. അങ്ങനെ 1972 യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിൽ സൈക്കോളജി പഠിക്കാൻ ചേർന്നു. ആ സമയത്താണ് സ്റ്റെഫിനി എന്ന പെൺകുട്ടിയെ അവൻ പരിചയപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു, പ്രണയിക്കുന്നു. ഈ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച പലരെയും ഇവൻ കോണ്ടാക്ട് ചെയ്ത് ഫോൺ വഴി തന്നെ അവരെ സഹായിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് 1973 ഇവന് ലോ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. അവിടെ വെച്ച് എലിസബത്ത് എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അവളെയും സ്നേഹിക്കുന്നു. അതായത് ഒരേ സമയത്ത് ഒരുപാട് പേരെ സ്നേഹിച്ചിരുന്നു. പിന്നീട് സ്റ്റെഫിനി ഇവനെ വിട്ടുപിരിഞ്ഞു പോകുന്നു. പുറമേ നോക്കുമ്പോൾ ഇവൻ നല്ലൊരു മാന്യൻ, ഒരു സൈക്കോളജി പഠിച്ച വ്യക്തി, ആത്മഹത്യക്ക് ശ്രമിക്കുന്നവരെ സഹായിക്കുന്നുണ്ട്, ഒരു ലോ സ്റ്റുഡൻ്റ് ആണ്. മാത്രമല്ല, പല ബുക്കുകളും എഴുതിയിട്ടുണ്ട്. ഇവൻ്റെ മുഖം വളരെ പ്രസന്നതയുള്ള ഒരു മുഖം. ആരെങ്കിലും ഇവനെ പെട്ടെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അടുപ്പത്തിലാകും. അങ്ങനെ ഒരാളാണ്. ഇങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ അവൻ്റെ ലോ കോളേജിലെ പഠനം അവസാനിപ്പിച്ചത്. അവിടെ മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. 1974 ജനുവരി മാസം 4-ാം തീയതി 24 വയസ്സുള്ള ജൂണി എന്ന പെൺകുട്ടി, ഇവൻ അവളുടെ അപ്പാർട്ട്മെന്റിൽ കയറി ആ പെൺകുട്ടിയെ തലക്കടിച്ചു കൊന്നു. മാത്രമല്ല, അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഇതായിരുന്നു അവൻ്റെ ആദ്യ കൊലപാതകം. പിന്നീട്
ഇതുപോലെ പല കൊലപാതകങ്ങൾ വളരെ വളരെ ക്രൂരമായ രീതിയിൽ നടത്തി. ഈ ആദ്യം പറഞ്ഞ 6 പെൺകുട്ടികൾ മരിക്കുന്നു, പിന്നീട് 2 പെൺകുട്ടികൾ കൂടെ മരിക്കുന്നു. ഇവന്റെ സ്കെച്ച് പോലീസിന്റെ കയ്യിൽ കിട്ടുന്നു. ഇതൊക്കെ ഇതിന് ശേഷമാണ് ഉണ്ടായത്. ഇതിനൊന്നും വ്യക്തമായ തെളിവില്ലാത്തത് കൊണ്ട് പോലീസിന് ഇവനെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചില്ല. സംശയിക്കുന്നവരുടെ ലിസ്റ്റിലാണ് ഇവന്റെ പേര് ഉൾപ്പെടുത്തിയത്. മാത്രമല്ല പോലീസുകാർ ഇവനെ നിരീക്ഷിക്കുന്നുമുണ്ട്. ഈ സമയത്തെല്ലാം പല കൊലപാതകങ്ങൾ അവിടെ നടക്കുന്നുമുണ്ട്. പക്ഷെ ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവ് മാത്രം ലഭിച്ചില്ല. മാത്രമല്ല ഇവനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയ എലിസബത്ത് ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവനാണ് ഇവരെല്ലാം കൊല്ലുന്നത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. അറസ്റ്റ് ചെയ്യേണ്ട തെളിവുമില്ല. ഈ പെൺകുട്ടികൾ കൊല്ലപ്പെട്ട സ്ഥലത്തെല്ലാം ഇവനെ കണ്ടു എന്നുള്ള തെളിവ് പോലീസിന് കിട്ടി. മാത്രമല്ല 1975 ഓഗസ്റ്റ് 16 ഇവന്റെ കാറിൽ നിന്ന് പോലീസുകാർ മുഖം മൂടിയും കയറുകളും മറ്റുമൊക്കെ കണ്ടെത്തി. പിന്നീട് അവനെ ചോദ്യം ചെയ്യാൻ അറസ്റ്റ് ചെയ്തു. പക്ഷേ കൂടുതൽ തെളിവുകൾ കിട്ടാത്തത് കൊണ്ട് അവനെ റിലീസ് ചെയ്യുകയും ചെയ്തു. അവിടെ നിന്നിറങ്ങി അവൻ നേരെ ചെന്നത് ഇവനെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള വഴി തേടിയാണ്. ആദ്യം ചെയ്തത് ഇവന്റെ കാർ മറ്റൊരാൾക്ക് വിറ്റു. ഇതറിഞ്ഞ പോലീസുകാർ ഈ വാങ്ങിയ ആളിൽ നിന്ന് ആ കാർ വാങ്ങി ഒരുപാട് പരിശോധനകൾ നടത്തി. അതിൽ നിന്ന് പോലീസുകാർക്ക് ചില തെളിവ് ലഭിച്ചു. അതിലൊന്നായിരുന്നു മുടി. അത് ഈ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ DNA മാച്ച് ചെയ്യുന്നു. ഇതോടുകൂടി ഇവനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ഇവൻ പറഞ്ഞത് എനിക്ക് പഠിക്കണം, ലൈബ്രറിയിൽ പോകണമെന്നാണ്. കോടതി സമ്മതിച്ചു. ഇവന്റെ കയ്യിലുണ്ടായിരുന്ന വിലങ്ങ് അഴിച്ചു മാറ്റിയിട്ട് ഇവനെ ലൈബ്രറിയിൽ കൊണ്ടാക്കി. ഇങ്ങനെ അവിടെ ഇരുന്ന് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനാലയിലൂടെ പുറത്തേക്ക് ചാടി. പിന്നീട് അവൻ ഒരു കാട്ടിലായിരുന്നു താമസം. പക്ഷേ ഇവൻ വളരെ ഉയരത്തിൽ നിന്നാണ് ചാടിയത്. അതുകൊണ്ട് ഇവന്റെ ദേഹത്ത് പല മുറിവുകൾ ഉണ്ടായി. മാത്രമല്ല കാട്ടിൽ ഭക്ഷണമൊന്നും കിട്ടാത്തത് കൊണ്ട് ഇവന് പുറത്തേക്ക് വരേണ്ടി വന്നു. പിന്നീട് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവനെ കാണാൻ വരുന്ന കുടുംബത്തിലെ ആളുകളും സുഹൃത്തുക്കളും എല്ലാം ഇവനോട് പറഞ്ഞത് നീ എങ്ങോട്ടും രക്ഷപ്പെടണ്ട, നിന്നെ ഞങ്ങൾ തന്നെ പുറത്തിറക്കാം എന്നാണ്. അതായത് ഇപ്പോഴും അവന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഒന്നും വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല. ഈ കൊലപാതകങ്ങളെല്ലാം ഇവൻ തന്നെയാണ് നടത്തിയത് എന്നൊന്നും അവർ വിശ്വസിച്ചതേയില്ല. പിന്നീട് അവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില വഴികളും നോക്കി. അവിടെ വന്ന വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണവും ഒരു ബ്ലേഡും സംഘടിപ്പിച്ചു. പിന്നീട് അവൻ താമസിച്ച ജയിലിന്റെ മുകളിലെ സീലിംഗ് അറുക്കാൻ തുടങ്ങി. 6 മാസം കൊണ്ട് അവൻ അവിടെ ഒരു ഹോൾ ഉണ്ടാക്കി. മാത്രമല്ല ഈ 6 മാസം കൊണ്ട് അവൻ 16 കിലോ കുറച്ചു. അതായത് ഈ ഹോളിനുള്ളിലൂടെ പുറത്തേക്ക് കടക്കാൻ അവൻ അവന്റെ ശരീരഭാരം തന്നെ കുറച്ചു. അന്ന് ഡിസംബർ 30 ക്രിസ്മസിന്റെ ആഘോഷത്തിലായിരുന്നു പോലീസുകാർ. ഈ സമയം അവിടെ നിന്ന് അവൻ രക്ഷപ്പെട്ടു. പിന്നീട് ക്രിഷ്വാഗർ എന്ന പേരിൽ ഫ്ലോറിഡയിലേക്ക് പോയി. അവിടെ ഒരു റൂം എടുത്ത് താമസം ആരംഭിച്ചു. ഈ സമയങ്ങളിലെല്ലാം അവൻ ഒരുപാട് ചിലവുകൾ ഉണ്ടായിരുന്നു. അതിനായി പണം സമ്പാദിച്ചത് മോഷണത്തിലൂടെയായിരുന്നു. കുറച്ചുകാലം ആരെയും കൊല്ലാതെ ഇങ്ങനെയൊക്കെ കഴിച്ചുകൂട്ടി. പക്ഷേ പിന്നീട് ഒരു അപ്പാർട്ട്മെന്റിലെ വെവ്വേറെ റൂമിൽ താമസിക്കുന്ന 4 സ്ത്രീകളെ അവൻ ആക്രമിച്ചു. വളരെ പൈശാചികമായി ക്രൂരമായ രീതിയിൽ ഇവൻ ആക്രമിച്ചു. അതായത് അവരുടെ തലയിലെ എല്ല് പൊട്ടി പുറത്തേക്ക് വരുന്ന രീതിയിൽ. അതിൽ 2 സ്ത്രീകൾ മരണപ്പെട്ടു. അതിലെ 2 സ്ത്രീകൾ ജീവച്ഛവമായി. അതിൽ ഒരു സ്ത്രീ ഡാൻസർ ആയിരുന്നു. ഈ ഒരു ആക്രമണത്തിൽ ആ പെൺകുട്ടിയുടെ കേൾവി ശക്തി നഷ്ടമായി. പറഞ്ഞു വന്നാൽ ആ പെൺകുട്ടിയുടെ ജീവിതം, ഭാവി തന്നെ അവൻ തകർത്തു. പിന്നീട് ഒരിക്കലും ആ പെൺകുട്ടിക്ക് തന്റെ കേൾവി ശക്തി തിരികെ ലഭിച്ചിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞ് നാട്ടുകാർ വളരെ ഭയത്തിലായിരുന്നു. വീട്ടിലെ ജനലും വാതിലും അടച്ച് വീടിനുള്ളിൽ തന്നെയായി. പുറത്തിറങ്ങാൻ തന്നെ ഭയമാണ്. ഇവൻ അവസാനമായി കൊന്നത് ഒരു 12 വയസ്സുകാരിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു കാറ് മോഷ്ടിച്ചിട്ട് വരുന്ന വഴിയിൽ വെച്ച് പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തു. അതൊരു സെൻസേഷണൽ ന്യൂസായി മാറി. പല ഉദ്യോഗസ്ഥരും ഇവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പല തെളിവുകൾ ശേഖരിച്ച് ഇവനെ കോടതിയിൽ ഹാജരാക്കി. 30 സ്ത്രീകളെ ഇവൻ കൊന്നിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്തു. പക്ഷേ 100 സ്ത്രീകളെയെങ്കിലും ഇവൻ കൊന്നിട്ടുണ്ടാകാമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കാരണം ഇവൻ കൊന്ന ഒരുപാട് സ്ത്രീകളുടെ ശരീരം അപ്പോഴും കിട്ടിയിട്ടില്ല. ഇവന് വളരെ വിചിത്രമായ ഒരു ശീലമുണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ശരീരത്തിന്റെ തല ഒരു ട്രോഫി പോലെ ശേഖരിച്ചു വയ്ക്കുന്ന ഒരു സ്വഭാവം. മാത്രമല്ല ഇവൻ കൊന്ന പല സ്ത്രീകളുടെയും ശരീരം ഇവൻ സൂക്ഷിക്കുകയും അതിൽ മേക്കപ്പ് ചെയ്യുകയും ഫിസിക്കലായി സെക്ഷുവലായി ഇവരുമായി ബന്ധത്തിലേർപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര് നെക്രോഫീലിയ എന്നാണ്. വളരെ അപൂർവമായി മാത്രം മനുഷ്യരിൽ കണ്ടുവരുന്ന ഒരു മാനസിക അവസ്ഥ.
പിന്നീട് ഇവനെ പല സൈക്കോളജിസ്റ്റും പരിശോധന നടത്തി. സൈക്കോളജിസ്റ്റ് അവസാനം നൽകിയ റിപ്പോർട്ട് ഒരുപാട് ഡിസോർഡർ ഇവൻ ഉണ്ടെന്നാണ്. പറഞ്ഞു വന്നാൽ ഇവൻ ഒരു മനുഷ്യനെ അല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ 1989 ജനുവരി മാസം 24-ാം തീയതി ഇവനെ ഇലക്ട്രിക് ചെയറിലിരുത്തി വധശിക്ഷ നടപ്പിലാക്കി. അതോടുകൂടി ടെഡിന്റെ കഥ അവിടെ അവസാനിച്ചു. വളരെ ക്രൂരനായ ഒരു സീരിയൽ കില്ലറായിരുന്നു ഇവൻ. ടെഡിന്റെ കഥ പറയണമെങ്കിൽ നമുക്കൊരിക്കലും 10-15 മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനേ സാധിക്കില്ല. അത്രയേറെ ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ചുരുക്കി ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ടെഡ് ബഡി എന്ന അമേരിക്കയിലെ ക്രൂരനായ സീരിയൽ കില്ലറുടെ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.